ആൽക്കമി എന്ന് വെച്ചാൽ എന്താണെന്നറിയാം? എന്തൊരു എലമെന്റിനെയും സ്വർണ്ണമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ ആൽക്കമി എന്നൊക്കെ വിളിക്കുന്നത്. പണ്ടൊക്കെ അങ്ങനത്തെ ആൽക്കമിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറയും. ആ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇമോഷണൽ ആൽക്കമി എന്താണത്? നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സെറ്റ് ബാക്സും ഉണ്ടാകാറുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, എനിക്ക് തന്നെ പേഴ്സണലി ഇതൊന്നും വലിയ സെറ്റ് ബാക്സ് ആവണമെന്നില്ല. തിങ്സ് ദാറ്റ് ആർ ഇൻകൺവീനിയൻസസ് ഇൻ യുവർ ലൈഫ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈയിടയ്ക്ക് നമ്മൾ കണ്ടന്റ് ഇടുന്നതും അല്ലെങ്കിൽ വർക്കിന് ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത് അതും, പിന്നെ എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട്, അവനെ നോക്കുന്നതും വീട് ക്ലീൻ ചെയ്യുന്നതും ഇതെല്ലാം കൂടെ എന്നെ ഭയങ്കരമായിട്ട് ഓവർവെൽം ചെയ്തായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വയ്യാതാവുക, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. സോ ഹൗ ക്യാൻ യു ടേൺ ദാറ്റ് ഇൻ ടു എ ക്രിയേറ്റീവ് എനർജി? ഇപ്പം നമ്മുടെ ലൈഫിൽ പ്രശ്നമുണ്ടായാലും അതിനെ നമുക്ക് ക്രിയേറ്റീവ് എനർജി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതൊരു ക്വസ്റ്റ്യനേ അല്ല. കാരണം ഇന്നേ വരെ ചരിത്രത്തിൽ എന്ത് വലിയ ഡിസ്കവറി ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഇന്നേ വരെ ചരിത്രത്തിൽ എന്ത് വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം ഈ പറയുന്ന ഒരു പ്രശ്നത്തിനെ നേരിട്ട രീതിയിലൂടെയാണ് വരുന്നത്. മേരി ഷെല്ലി, അവർ 1816 ഒരുപാട് ഐസൊലേറ്റഡ് ആയിരുന്നു. അവർ ഒറ്റപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. അവർക്ക് ഒരുപാട് റിജക്ഷൻസ് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒറ്റപ്പെടലിരുന്ന് അവർ എഴുതിയ കഥയാണ് ഫ്രാങ്കൻസ്റ്റൈൻ. അതിപ്പോൾ എത്ര പോപ്പുലർ ആണെന്നുള്ളതെന്ന് നിങ്ങൾക്കറിയാം. J.R.R. ടോൾക്കിയൻ. പുള്ളി ഈ പറഞ്ഞ പോലെ കുഞ്ഞിലെ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരാളാണ്. ഹി ഫേസ്ഡ് എ ലോട്ട് ഓഫ് ലോസ്, എ പ്രൊഫൗണ്ട് ലോസ് ഇൻ ഹിസ് ലൈഫ്. ആ പുള്ളി ആ ഒറ്റപ്പെടലും ദുഃഖത്തിലിരുന്ന് എഴുതിയതാണ് ലോർഡ് ഓഫ് ദ റിങ്സ്. അഡേൽ, ടൈലർ സ്വിഫ്റ്റ്, അവരൊക്കെ ബ്രേക്കപ്പിനെ പറ്റി എഴുതി എത്ര കോടികളാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയാം. ബ്രയൻ ചെസ്കി, പുള്ളിക്ക് വാടകയ്ക്കുള്ള വീടുകൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ നിന്നാണ് എയർബിഎൻബി ഉണ്ടാവുന്നത്. വീട്ടിലുള്ള വാക്യൂം ക്ലീനറിൻ്റെ സക്ഷൻ അത്ര പോരാ, അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ധാരണയിൽ നിന്നാണ് ജെയിംസ് ഡൈസൺ കണ്ടുപിടിക്കുന്നത്. പേഴ്സി സ്പെൻസർ, പുള്ളി റഡാർ ടെക്നോളജിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു മെഷീൻ്റെ അടുത്തിരുന്ന് പുള്ളി വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് പുള്ളി ആദ്യം ഡിസ്കവർ ചെയ്യുന്നത് പുള്ളിയുടെ പോക്കറ്റിലുണ്ടായിരുന്ന ചോക്ലേറ്റ് മെൽറ്റായി പോയി. അതിനുശേഷം പുള്ളി ഈ മെഷീൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ച് പോപ്കോൺ കേണൽസ് വെച്ചു. അപ്പോൾ അത് പോപ്കോണായി മാറി. മുട്ട വെച്ചു, അത് ഹീറ്റായി ബേസ്റ്റായി. അങ്ങനെ ആ പുള്ളി കുറേ ട്രൈ ചെയ്താണ് ഇന്ന് നമ്മൾ കാണുന്ന മൈക്രോവേവ് ഓവൻ ഉണ്ടായത്. അൺറിസോൾവ്ഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളിൽ നിന്നുമാണ് ശരിക്കും പറഞ്ഞാൽ സക്സസ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഉണ്ടാവുന്നത്. അത് സക്സസ് ആവാതിരിക്കാം. പക്ഷേ ദ പോയിന്റ് ഇസ് ടു ഫൈൻഡ് എ ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് ടു ദാറ്റ് പ്രോബ്ലം. ഒരു 99.9% ഓഫ് പീപ്പിൾ ദേ ഡോണ്ട് നോ ദാറ്റ് ദേ ആർ സഫറിങ്. അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു ടെൻഷനുണ്ട്, അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ് 99% ആൾക്കാർ. നിങ്ങളെ എന്തെങ്കിലും ബോദർ ചെയ്യുന്നുണ്ട്, എൻ്റെ ലൈഫ് ഞാനിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാണോ എന്നുള്ള ചോദ്യം വരുന്നതോടുകൂടി തന്നെ യു ഹവ് ഡൺ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്, ഇസ് എവറിത്തിങ് ഗോയിങ് വെൽ ഓർ ഇസ് ദർ സംതിങ് ഐ വോണ്ട് ടു ചേഞ്ച്. If there is something I want to change, you can list it down. എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? എൻ്റെ ഈ കരിയർ ചിലപ്പോൾ എനിക്ക് സൂട്ട് ചെയ്തതായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്നെ കണ്ടക്ട് ചെയ്യുന്ന രീതി എനിക്കിഷ്ടമുള്ള കാര്യമായിരിക്കത്തില്ല. ആൻഡ് എനിത്തിങ് ക്രിയേറ്റീവ്. എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, വൈ ഡോണ്ട് ഐ ജോയിൻ എ ഡാൻസ് ക്ലാസ്? ഓക്കെ, എനിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണ്, ഞാനൊരു പെയിൻറ്റ് ബ്രഷ് തൊട്ടിട്ട് എത്ര വർഷമായി. ഇങ്ങനെ തിങ്ക്. ഓക്കെ, കുറച്ചൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് ഐ വോണ്ട് ടു ചേഞ്ച്. ആ പ്രശ്നത്തിൻ്റെ കൂടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്താൽ യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് ക്രിയേറ്റീവ് വേസ് ടു ഫേസ് ഇറ്റ്. സോ നെക്സ്റ്റ് ടൈം യു ഗെറ്റ് എ വിയേർഡ് നെഗറ്റീവ് ഇമോഷൻ, നമുക്ക് താല്പര്യമില്ലാത്തൊരു നെഗറ്റീവ് ഇമോഷൻ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും ട്രൈ ടു സീ വാട്ട് ഈസ് ബോദറിങ് യു. എന്തുകൊണ്ടാണ് എനിക്കിത് വരുന്നത്? ഞാൻ വർക്കിന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ലേസി ആയിട്ട് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയങ്കര റിഡൻഡൻ്റ് ആയിട്ട് തോന്നുന്നു. എന്ന് ഞാൻ എണീറ്റ് ജോലി ചെയ്യുന്നു, തിരിച്ചു വന്ന് നടന്ന് ഉറങ്ങുന്നു. ലൈഫ് ഇസ് ബിക്കമിങ് സോ റിഡൻഡൻറ്റ്. ഞാൻ എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്യണം. മേ ബി ഐ വോണ്ട് ടു റൈറ്റ് എ ബുക്ക്, എനിക്കൊരു ബുക്ക് എഴുതാനായിരിക്കും ആഗ്രഹം. മേ ബി എനിക്ക് പാട്ട് പാടാനായിരിക്കും ആഗ്രഹം. അങ്ങനെ എന്തെങ്കിലും. സോ ദാറ്റ് ഗിവ്സ് യു ആൻ ഇൻസൈറ്റ് ഇൻ ടു വാട്ട് എക്സാക്ട്ലി യു വോണ്ട് ടു ഡു. ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫോളോ യുവർ പാഷൻ. അത് if you have any doubts നമുക്ക് അതിനകത്ത് വേറൊരു വീഡിയോ ചെയ്യാം. ബട്ട് ദ തിങ് ഈസ്, വൺസ് യു ഫൈൻഡ് ഔട്ട് വാട്ട് യു ആക്ച്വലി വാണ്ട്, തിങ്സ് ബിക്കം വെരി ഈസി. ആദ്യം നമുക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്.